ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ആക്കുന്നില്ല, നമുക്കൊരു റീൽസ് കണ്ട ഇൻസ്റ്റാല് എന്തില്ലെങ്കിൽ ഞാനത് നോക്കുമ്പോൾ പിള്ളേർ എൻ്റെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ ഇങ്ങനെ തന്നെ ആക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറേ ക്യാരറ്റ് ഉണ്ട്. അതിൽ 3 എടുത്തിട്ട് പീസാക്കിയിട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് പാൽ വെച്ചിട്ട് അതിനെ ക്രഷാക്കിയിട്ടെടുത്ത് എന്നിട്ടൊരു പാനിൽ നെയ്യ് വെച്ചാൽ പേസ്റ്റാക്കിയ ക്യാരറ്റ് നമ്മൾ നെയ്യിലേക്ക് ഇട്ട് ഈ നെയ്യിലേക്ക് ക്യാരറ്റ് ഇട്ടിട്ടാകുമ്പോൾ നല്ല മണം വന്നതാ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറേ സാധനമൊന്നും വന്നിട്ടില്ല, നമ്മൾ പോയിട്ടുള്ള സാധനം എന്നാൽ മതി. അതൊന്നും നെയ്യിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐറ്റം എന്നതാ ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നത് എവിടെ നോക്കുന്നതെന്ന് കമൻ്റ് ആക്കിയതാ. ഇനി ഞാനിത് ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും തന്നെ പിള്ളേരുണ്ട്. ഞാനിതിടാം, ഞാൻ പഞ്ചാര ഇടാം, ഞാൻ പാലൊഴിക്കാം. അങ്ങനെ ഒരാൾ പാൽ വെച്ച് ഒരാൾ പഞ്ചാര ഇട്ട് അങ്ങനെ ഓറാസല്ല നമ്മൾ പണ്ടങ്ങനല്ല എന്തെങ്കിലും ഉമ്മാൻ്റെ അടുത്താക്കുമ്പോൾ നമ്മൾ പോയി ഇടാം അടുത്തേക്ക്. അങ്ങനെ പിള്ളേരൊരാസായിട്ട് ഞാൻ എന്താക്കി അരി ഇട്ടോ, ഞാൻ കലക്കിക്കൊണ്ട് പോയി. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിനാവാ. ബാക്ക്ഗ്രൗണ്ടിൽ ചായച്ചട്ടിയെല്ലാം കാണും, നിങ്ങൾ അതിനെ മെയിൻറ്റാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കുറുകിയ പോലെ ആയിട്ടാകുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ എന്താക്കി മറ്റേ റവ ഇടേണ്ടത്, അതുകൊണ്ട് റവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി. എന്തിനായിരുന്നു നമ്മൾ പുട്ടിനെല്ല പൊടിക്കുന്നില്ലേ, കുറച്ച് അരി പൊടിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് അധികം പൊടിക്കാണ്ട് ഇതാക്കുന്നില്ല അത് കുറച്ച് റവ പോലെ തന്നെ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നാൽ ഫോൺ സ്വിച്ച് ഓഫാണ്. പിന്നെ എന്താക്കി ചാർജ് കുത്തിയിട്ട് കുറച്ച് ചാർജ് ആകുമ്പോൾ അതിൽ വന്നിട്ട് നമ്മൾ പണി തുടങ്ങി. ചെറിയ ബോൾസ് എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബോൾസ് ചെയ്യാന്നില്ല, അതുകൊണ്ട് ഞാൻ ബോൾസ് ഇതാക്കുന്ന വീഡിയോ എടുക്കാമെന്ന്. എന്തെങ്കിലും ഇങ്ങനെ ഒരു ഷേപ്പ് ചെയ്യാന്നില്ല, പിന്നെ ഒരു വതാക്കിയിട്ട് അങ്ങനെ വെച്ച് അപ്പം ചട്ടിയിൽ വെച്ചിട്ട് അതിന് ഒരു 5 മിനിറ്റ് വേവിക്കാൻ. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 2 കൊട്ടപ്പാൽ വെച്ച് അങ്ങനെ അത് വെച്ചിട്ട് കുറച്ച് പഞ്ചാര ഇട്ടിട്ട് കോൺഫ്ലവർ ഇടാൻ പറയുന്നില്ല, അങ്ങനെ കുറച്ച് പാലെടുത്തിട്ട് ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് അങ്ങനെ കഴിക്കും. അങ്ങനെ ഞങ്ങൾ ആ ക്യാരറ്റിൻ്റെ ബോൾസെല്ലാം റെഡി ആയിട്ട് വന്നു. പൊട്ടിയിട്ടെല്ലാം ഉണ്ട്, അല്ലാതെ ഇറങ്ങി എന്ത് കഥയുന്നുണ്ട് നമുക്ക് നോക്കാം, നമുക്ക് ആക്കി നോക്കാം. അങ്ങനെ ആ കോൺഫ്ലവർ നമ്മൾ ഈ തിളക്കുമ്പോൾ ഈ പാലിലേക്ക് ഒഴിച്ച് അങ്ങനെ കുറച്ച് ഏലക്കപ്പൊടിയെല്ലാം ഇട്ട് എന്നിട്ട് ഞാൻ എന്താക്കിയിട്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് ബോൾസില്ലേ അത് ഞാൻ ഷേപ്പായിട്ട് അറിയുന്നത്, ഞാൻ ചൂടോടെ കുറച്ച് ഷേപ്പാക്കാൻ നോക്കി. ഒരു വക ഷേപ്പായി. അങ്ങനെ ഇതൊക്കെ കുറച്ചായിട്ട് ഇട്ടു. പിന്നെ ഇല്ല പിള്ളേർ അടുത്തൊന്നുണ്ട് ആയോമ്മ ചോദിക്കുന്നു. ഇപ്പോൾ അങ്ങനെ പിള്ളേർ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, ഞാൻ കുറച്ച് തണിയായിട്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടേ. അതൊക്കെ നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മളായിട്ട് നല്ല സക്സസ് ആയിനവാ, നല്ല ടേസ്റ്റ് ഉണ്ടാവാം. നിങ്ങളെല്ലാം ട്രൈ ആക്കും. എന്തെങ്കിലും പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. പിന്നെ ക്യാരറ്റ് നല്ല നെയ്യെല്ലാം അടങ്ങിയതല്ലേ, അതുകൊണ്ട് പിള്ളേർക്ക് നല്ല ലൈക്കായിന്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, ബൈ, ടാറ്റാ.